ഇനി അടുത്ത ഒരു സാധനം ഞാൻ കൊറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം എന്തിനാണ്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ഇതുവരെ ആരും മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, നമ്മള് ടിമു ആപ്പിൽ നിന്ന് കുറെ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. സോ കുറെ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ അൺബോക്സിങ് ആൻഡ് ഒരു സ്മോൾ എന്താ പറയാ റിവ്യൂ ഒന്നും ഇല്ല, ജസ്റ്റ് 100 പ്രാവശ്യം ഒന്നും ഇല്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അത് നിങ്ങളെ കാണിച്ചു തരാം. ടിമു എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ UAE അതുപോലെ ഇന്ത്യയില് ഡെലിവറി ഇല്ല അല്ലെ? ഇന്ത്യയിലില്ല, ചൈനീസ് ആപ്പാട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഡെലിവറി ഇല്ല, നമുക്ക് UAE-ലൊക്കെ അവൈലബിൾ ആണ്. അതെ, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനത്തെ കുറെ പ്രോഡക്ട്സ് കിട്ടും കേട്ടോ. നമ്മളിത് സ്കാം ആണോ എന്ന് ഇങ്ങനെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ടിമുവിൽ ഇങ്ങനെ ഭയങ്കര ഓഫേഴ്സ് ആണ്, ഫ്രീ പ്രോഡക്ട്സ് കിട്ടുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ ഓഫേഴ്സ് കാണുമ്പോൾ നമ്മളൊക്കെ അത് സ്കാം ആണോ, പറ്റിക്കനാണോ, കാശ് പോവോന്നൊക്കെ വിചാരിക്കും. ടിമുവിന്റെ ഒരു ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. കാരണം എല്ലാത്തിന്റെ ക്ലോൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. അങ്ങനെ വാങ്ങിയെന്ന് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ അതൊരു ഫേക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ അതിനകത്ത് ടാബി ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം സാധനങ്ങൾ വാങ്ങിയാലും ടാബി ഇട്ട് വാങ്ങാം. ഈവൻ 50 dirhamsനാണെങ്കിലും ടാബി ഇടാം. 10 dirhams കൊടുത്താൽ മതി ആദ്യം വാങ്ങുമ്പോ. നമുക്ക് ഇന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണാം. പിന്നെ ഒരുപാട് കിട്ടാത്ത സാധനങ്ങളും ടിമുവിനകത്തുണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് നല്ല. അപ്പൊ നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. എന്നൊക്കെ ടിമുവിലുണ്ടല്ലോ കുറെ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് 3.90 വാങ്ങാൻ പറ്റും. അതായത് ഒരു 6-7 പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം 3.90 dirhamsന് വാങ്ങാൻ പറ്റും കേട്ടോ. സോ അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ ആദ്യം. അപ്പൊ ഫസ്റ്റ് വേണ്ട ഈ ഒരു സംഭവം കേട്ടോ. ഇതെന്ന് വെച്ചാല് ഇങ്ങനെ ആട്ടോ, 3 പീസ് ഉണ്ട്. നമുക്കിങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനം കേട്ടോ. ഇത് എല്ലാത്തിനകത്തൊരു പാത്രം ഉണ്ടാവും, ഇതുപോലെ തന്നെ അതിന്റെ 3 സൈസിലാണ് വരുന്നത് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ ഈ സാധനം. എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് എല്ലാവരുടെ വീട്ടിൽ വേണ്ട ഒരു സാധനമാണിത്. നമുക്കോട്ടാ മാറ്റി വെക്കാം. അടുത്തത് ഞങ്ങളൊക്കെ ജോയിൻ ചെയ്തതാണ്. ഇത് ആക്ച്വലി ഇല്ലേ, ഇത് ഡെയിലി ലൈഫിലൊന്നും ഇങ്ങനെ അധികം യൂസ് ചെയ്യില്ല. പക്ഷെ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത്, ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ സാധനം റൊട്ടേറ്റ് ആവട്ടെ. ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് സെന്ററിൽ വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജ്യൂസ് അങ്ങനെ ഒഴിച്ചു വെക്കാൻ പറ്റും. നല്ല ഹെൽപ്ഫുൾ ആണ്. ഈ സാധനം ഞങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടപ്പോ ഈ വാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിയത്. ഇത് കിട്ടുന്ന സാധനമാണ്. ഇതിന് 3.90 ആ ഓഫറിൽ കിടക്കുന്ന സംഭവമാട്ടോ ഇത്. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുക്കാനായിട്ടൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസറാണ്. ഓക്കെ, ഓറഞ്ച് അങ്ങനെ സിട്രസ് ഫ്രൂട്ട്സ് ഇത് സ്ക്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ഓറഞ്ച് മുസമ്പിയൊക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്ത് ജ്യൂസ് നമുക്ക് ഇപ്പൊ വെള്ളം ചേർക്കാണ്ട് നേരെ ഇതിന്റെ അകത്ത് കൂടെ ജ്യൂസ് വരും. ഇതും നല്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. എനിക്കാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. സ്ട്രെയിനർ ഉണ്ട്. ഇങ്ങനെ അറിയില്ല, ഇത് അതിന് തോന്നുന്നുണ്ട്. അടിയില് ഇല്ലല്ലോ, അടിയില് മുട്ടുന്നില്ല. സോ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ വെള്ളം കൊറേ വെള്ളമൊക്കെ വറ്റി വരും തോന്നുന്നു. നമുക്ക് ചോറൊക്കെ വേണമെങ്കിലും ചോറൊന്നും വെക്കാൻ പറ്റില്ല, പ്ലാസ്റ്റിക് ഇതിനകത്ത് ഊറ്റി വെച്ചാൽ അടി എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. എന്തായാലും ഇതൊക്കെ കഴുകിട്ട് വെച്ചാൽ അതിനെ വേണ്ടിട്ടാണ് ഹെൽപ്ഫുൾ. ഇതൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു കാരണം ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കാനൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ്. അടുത്തത് ഒരു മേക്കപ്പ് ഓർഗനൈസർ ആട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടേബിളിലൊക്കെ നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം.
പൗഡേഴ്സ്, ക്രീംസ്, ലോഷൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വെച്ച് നല്ല എന്താ പറയാ ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം. ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ നേരം കിട്ടാറില്ല. ഞാൻ എല്ലാം വാരി വലിച്ചെടുത്ത് ഓടാറാട്ടോ പതിവ്. വാരി വലിച്ചിടാണ്ട് വൃത്തിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വാങ്ങാട്ടോ നന്നായിരിക്കും. വൃത്തിക്ക് യൂസ് ചെയ്യുന്ന ആൾ കൊണ്ടുപോകും. ഇനി അടുത്ത ഒരു സാധനം ഞാൻ കുറെ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഇത് എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ. വാങ്ങിയവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഈ സാധനത്തിന് കുറെ മോഡല് മുന്നകത്ത് കുറെ മോഡൽസ് ഉണ്ട്. ഈ ഒരു മോഡലല്ല, കുറെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോ ഈ ഒരു മോഡലിനാണ് റിവ്യൂ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഐ മീൻ യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് വാങ്ങിയാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാലോ സ്വീറ്റ് മെഷീൻ ആട്ടോ. സ്വീറ്റ് മെഷീൻ ആണ് കേട്ടോ. ഒരു കുഞ്ഞി സ്വീറ്റ് മെഷീൻ ആണ്. എനിക്ക് തോന്നുന്നത് ഇതാണ് പെഡല്. ഒരു പെഡൽ വരുന്നുണ്ട് കേട്ടോ, ഒരു ഫുഡ് പെഡൽ. ഫുഡ് പെഡൽ ഉണ്ട് ശരിക്കും. അത് ആരും ഫുഡ് പെഡലായിട്ട് യൂസ് ചെയ്യാൻ കണ്ടില്ല. എല്ലാരും കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ടാണ് പ്രസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, പക്ഷെ എനിക്ക് തോന്നുന്നു സംഭവം കുഴപ്പമില്ല തോന്നുന്നു. അങ്ങനത്തെ വർക്കിനൊക്കെ ചെറിയ ചെറിയ നമ്മള് നോക്കി റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കുറച്ചായിട്ട് പിന്നെ ഈ സാധനത്തിന് യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നുണ്ട് ഈ കമ്പനിയുടെ ഈ സാധനത്തിന്. അപ്പൊ നമുക്ക് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ബോബൻ കേസ് അല്ലേ ഇത്? ആ സാധനമൊക്കെ ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, ഇതെന്താണ് സാധനം? ഇത് അഫി വാങ്ങിയതാ. അഫിക്ക് രാവിലെ സ്മൂത്തി കുടിക്കണം എന്നും പറഞ്ഞു. ഇതിങ്ങനെ ഒരു ചെറിയ ബ്ലേഡ് ഒക്കെ വന്നിട്ട് നമുക്ക് അധികം കട്ടിയില്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ, സ്ട്രോബെറീസ് അങ്ങനത്തെ സംഭവം അങ്ങനെ ഇട്ടിട്ട് മറ്റേ കട്ടിയുള്ള ഷമാമൊന്നും ഇട്ടിട്ട് ചെറിയത് ആവൂല എനിക്ക് തോന്നുന്നില്ല. ബ്ലേഡ് ഭയങ്കര ചെറുതാ. സോ വാട്ടർ മെലൻ അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ പിന്നെ കുറെ നാൾ നിൽക്കും. ഇതും കൂടെ ലിഡ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞതിന് ശേഷം കുടിച്ചിട്ടല്ല അടിച്ചതിന് ശേഷം ഇതിലിട്ടിട്ട് കാറിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോവാം. അടുത്തത് അപ്പിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഈ സാധനം എനിക്ക് തോന്നുന്നു എല്ലാവരും വാങ്ങിക്കോട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല, പക്ഷെ ഞാൻ കുറെ നാളായിട്ട് വാങ്ങാൻ. ഇത് വാക്യൂം ക്ലീനർ ആണ്, കാറിനകത്ത് യൂസ് ചെയ്യുന്ന സാധനം. അപ്പിക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയതാണ്. ഞാനിവിടെ വീട്ടിലെ പൊടിയൊക്കെ അടിച്ചാലോ ഏത് അതിനുള്ള ഒന്നുമില്ല. ഒന്നാമത്തെ പ്ലഗ് കാറിൻ്റെതാണ്. കാറിൽ ഇങ്ങനെ സീറ്റിന്റെ അപ്പൊ നമുക്ക് മണ്ണൊക്കെ തൊട്ട് കയറാല്ലേ കാറില്. നമുക്കിനി ബീച്ചിലൊക്കെ പോകാം. കാറിൽ പൊടിയാവുമ്പോ ഞങ്ങള് ബീച്ചിൽ കൊണ്ടുപോറില്ല. ഇതാണ് കിട്ടിയിട്ടല്ലട്ടാ. നമ്മള് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് തുറന്നു നോക്കി എന്നല്ലാണ്ട് സാധനങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടില്ല. ഇനി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാട്ടോ അടുത്ത വീഡിയോയിൽ ഇതൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നൊക്കെ പറയാമേ. ഇതിനൊന്നും ഭയങ്കര അങ്ങനെ വലിയ പ്രൈസ് ഒന്നും ഇല്ലാട്ടോ. എല്ലാം പ്രൈസ് പിന്നെ വേറെ സംഭവം ഞാൻ നോക്കിയപ്പോ 50ക്ക് ഞാൻ വാങ്ങിയതാണ്. എല്ലാ നിങ്ങൾക്ക് 30-35 സാധനങ്ങളുണ്ട്. ഇത് അപ്പി വാങ്ങിയൊരു സാധനം ഡിസ്പെൻസറാ. ഇങ്ങനെ വെച്ചാൽ ഡിസ്പെൻസറാണ് ഈ സാധനം നല്ല കേട്ടാ. കാരണം ഇതിപ്പോ ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഏറ്റവും സൈഡിൽ വെച്ചാൽ മതി. എല്ലാരും ട്രേ വാങ്ങിക്കഴിഞ്ഞാൽ ട്രേ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വെച്ചിട്ട് എഗ് മുകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് എടുക്കുമ്പോ ഓട്ടോമാറ്റിക്കലി പതുക്കെ അടുത്ത എഗ് അടിയിലോട്ട് വരും. ഇത് നല്ല സാധനം. ഇത് വാങ്ങിക്കാറുണ്ട്. ഇത് വാങ്ങിക്കത് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും വാങ്ങാന്നാലും ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ പ്രൈസിന് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ അകത്ത് ഷൂ റാക്ക് നമ്മൾ ഇവിടെ അകത്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ പുറത്ത് ജസ്റ്റ് യൂസ് ചെയ്യുന്ന എപ്പോഴും ഇടുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂസ് വെക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു റാക്ക് വാങ്ങിയതാണ്. അടുത്ത നമ്മള് വീഡിയോക്ക് വേണ്ടിട്ട് വാങ്ങിയാണ്. നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നില്ല, വല്ലപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ വേറെ ചാനലിൽ വീഡിയോ. അതിനുവേണ്ടി വാങ്ങിയാണ്. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടി. ഇതിനകത്ത് മൈക്ക് ഉണ്ട്. വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. മൈക്ക് വർക്ക് ചെയ്യണ്ടോന്ന്. ബാക്കി കുഴപ്പമില്ല, കൊള്ളാം. ഒരു ലൈറ്റ് ഉണ്ട് ഇതിനകത്ത്. അടുത്തത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതിങ്ങനെ കണ്ട എന്താന്ന് മനസ്സിലാവില്ല. ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഇനി അടുത്തത് നമ്മളൊരു അടിപൊളി വാച്ച് വാങ്ങിയിട്ടുണ്ട്. രസമുണ്ട്. കാസിയോടെ അല്ല, ഇത് വേറെ ഇത് കാസിയോന്റെ ഒരു വാച്ച് ഉണ്ടല്ലോ, അതിന്റെ ഒരു റെപ്ലിക്കാണ്. പക്ഷെ രസമുണ്ട്. കണ്ടാൽ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല സാധനം ചാത്തനാണെന്ന്. പക്ഷെ കൊള്ളാം.
കൊള്ളാം. പിന്നെ ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇതൊരു നമ്മൾ വൈറ്റ് ഷൂസ് ഒക്കെ പോളിഷ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഞാനിങ്ങനെ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചു ഇതിൽ കണ്ടപ്പോ അതൊരു വൈറ്റ് ഷൂ പോളിഷ് ചെയ്തതിനു ശേഷം കാണിച്ചിട്ടെ. ഇതിന്റെ ഇമാജിൻ സൈഡിൽ കൊടുക്കുക. ഇത് തുറന്നാൽ റെഡി ആവില്ല. ഇതൊരു ഇതുപോലെ തന്നെ എന്താണ് വാളിലും ഇതൊക്കെ ഓർഗനൈസറാണ്. ഡോറിലൊക്കെ തൂക്കിയിടാം. അവരിപ്പോ സ്ഥലം കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഡോറിന്റെ സൈഡിലൊക്കെ തൂക്കിയിടില്ല ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ സാധനം ഞാൻ അത് കണ്ടപ്പോ നന്നായിട്ട് തോന്നി. സുലു ഓർഗനൈസ് ഒന്നും ചെയ്യില്ല, ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വാങ്ങിയത്. ഞാൻ ഓർഗനൈസ് ചെയ്യണമെന്നിങ്ങനെ പറയുമെങ്കിലും ഞാനൊന്നും ചെയ്യാറില്ല. പറയൂല, ചെയ്യൂല. അടുത്ത ഇവാടെ 2 ഡ്രസ്സാട്ടാ. ആ ഡ്രസ്സിന്റെ ഒരെണ്ണാണ് ഇവ ഇപ്പൊ ഇട്ടേക്കുന്നത്. ഇതിന്റെ ഇവിടെ മതി. അതാ ഈ ഡ്രസ് കണ്ടാ. ഇതിന്റെ തന്നെ വേറെ 2 ഇത് അയ്യോ എടുത്ത് ഇത് നമ്മള് ടീമൂന്ന് വാങ്ങിയതാട്ടാ. വലിച്ചൂരല്ലേടാ മണ്ട. പോയി മൊത്തം ലുക്കും പോയി. ഇതിങ്ങനെ നമുക്കാണേലും ഇവക്കാണേലൊക്കെ ഇങ്ങനെ തലയിൽ വെക്കാൻ പറ്റിയിട്ടുള്ള സാധനം. ഇതാ നോക്കിയേ, ഇവ കുറെ മുടിയുള്ള ആളായി. ഒക്കെ എന്താ ഇപ്പൊ ഇട്ടേക്കുന്ന ടീഷർട്സിന്റെ തന്നെ വേറെ 2 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് സ്പ്രേയർ ഉണ്ടാ. എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് നമ്മള് ബാർബിക്യൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല മറ്റേ ഒലിവ് ഓയിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ഫിഷ് പൊരിക്കാൻ ഫിഷ് ഒക്കെ പൊരിക്കാൻ നേരം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. എണ്ണൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കൂലേ, കുറച്ച് ബട്ടറൊക്കെ ഇതാക്കി സ്പ്രേ ചെയ്തു. ബട്ടറോ? ബട്ടർ എന്ന് പറഞ്ഞ കട്ടിയുള്ള സാധനമാണ് മണ്ട. ഉരുക്കിയ ബട്ടർ പിന്നെ കട്ടായി പോകും. വെറുതെ ഒന്നും അറിയത്തില്ല, ചുമ്മാ എന്ന് പറയുന്നത്. അടുത്തത് ഇവാക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ ബബിള് പോണ സാധനം. ഇവ കൊറേ ആയിട്ട് എന്റെ അടുത്ത് പറയണേ അല്ല ഇത് വേണമെന്ന്. അതിന്റെ സാധനം ഇത് ബാറ്ററി ഇട്ടിട്ടല്ലേ. ബബിളൊന്നും ഇതിന്റെ കൂടെ ഇല്ല, അതായത് ലിക്വിഡൊന്നും ഇല്ല. നമ്മള് സോപ്പ് വെള്ളം കലക്കിയിട്ട് ഒഴിക്കണമെന്ന് തോന്നുന്നേ. അടുത്തത് കൊറേ ഹെയറിൽ ഇടുന്ന കൊറേ ആക്സസറീസ് ആട്ടാ. കുറേ സാധനങ്ങളുണ്ട്, സ്ലൈഡുകള്, അങ്ങനെ എല്ലാം കൂടി. ഇതും ഭയങ്കര ചെറിയ പ്രൈസ് ആട്ടോ. 4 dirhams 5 dirhams എങ്ങാണ്ട് ഇത്ര അധികം ക്ലിപ്പുകള് അങ്ങനത്തെ സാധനങ്ങള് ഹെയർ ബാൻഡ് എല്ലാം കൂടെ വന്നിട്ടുള്ളതാണ്. ഒരു ഷൂ വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഇതും ടിമുവിലെ ഷൂസ് ഒക്കെ നല്ല കേട്ടോ, ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. വലിയ പ്രൈസ് ഒന്നുമില്ല. ലാപ്ടോപ്പ് വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് കട്ടിലിരിക്കാൻ പറ്റും. ഇത് പൊന്തിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. 2 സൈഡ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലാപ്പ് വെക്കാം. സോ ഹീറ്റ് ഇതാവത്തില്ല. അടുത്തതും ഹിവാക്കുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇതൊരു സെറ്റ് ആട്ടോ, ഒരു കോട്ട് സെറ്റ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഒരു ഹുഡി പോലത്തെ ഇങ്ങനത്തെ ഒരു ടോപ്പും പാൻറ്. അടുത്തതാ കൊറേ ബട്ടർഫ്ലൈസ് ആട്ടാ. പ്രാന്തല നല്ല രസമുള്ള സാധനമാണ്. നമ്മളിങ്ങനെ ലൈറ്റ് എത്തിക്കാം. ലൈറ്റ് എത്തിച്ചിട്ട് നമുക്ക് ബട്ടർഫ്ലൈനെ എവിടെയെങ്കിലും ഒട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് കാണുന്നില്ലല്ലോ. രാത്രി ഇട്ടത്ത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാല് ഇത് മാത്രം കാണും. ഇല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോ മാത്രം ലൈറ്റ് എത്തിച്ചാൽ മതി. അത് മാത്രല്ല ഇതിന് ഇതുണ്ട്, അത് ഇങ്ങനെ ഒഴിച്ചാൽ അതിന് സ്റ്റിക്കർ വരും. പിന്നെ ഞാൻ കുറച്ച് വളയും മാലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ 3 or 4 ഒക്കെ. അത് നോക്കിയേ, ഇതൊക്കെ നല്ല രസമുള്ള ആട്ടാ, നല്ല ക്വാളിറ്റി ഉള്ള ബാംഗിൾസ് ഒക്കെ ആട്ടാ. ഇതൊക്കെ എന്റെ ബാഗ് ആട്ടാ. നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിടുന്ന പോലത്തെ ബാഗില്ലേ. അതിനുകൊണ്ട് വേറൊരു ബാഗ് എനിക്കുണ്ട് കേട്ടാ. ഇതെങ്ങനെ ഇടുന്ന ഈ ബാഗ് ഇങ്ങനെ ഇവാക്കിട്ട് അടിച്ചു കൊടുക്കാം. ചിലപ്പോ ഈ വാടളവാണ്. കൈ ഇങ്ങനെ പുറത്തേക്ക് ഓക്കെ. ഇവ ട്രാവലിംഗ് മോങ്കി ബാഗ് ഇടാം. ട്രാവലിംഗ് മോങ്കി ബാഗ് ഇടാവേ നമ്മള് നാട്ടിൽ പോകുമ്പോ. പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സാധനം കേട്ടാ. അതായത് ഇങ്ങനെ നല്ല
ഡിസൈനിൽ വരില്ലേ ഈ പോലെ കാണാന് അങ്ങനത്തെ ഒരു കത്തിയാട്ടോ അത്. ഇതിനകത്ത് സാധനം ഇല്ല. ഈ സാധനം ഇവ മറന്നു പോയി. ഇത് ഭയങ്കര നാട്ടിലുള്ള മറ്റേ ഗെയിം ഇല്ലേ ഇങ്ങനെ ഗെയിം കളിക്കണേ നമ്മള് പണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പിങ്ക് കളറാണ്. മമ്മച്ചി ആണെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്ത് എന്നെ ഒരു വീട്ടി ആക്കും. ആ വീട്ടിൽ വെച്ച് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ മറ്റേ ഇങ്ങനെ നമ്മുടെ മറ്റേ സ്നേക്ക് അങ്ങനത്തെ കൊറേ ഗെയിംസ് ഉണ്ടല്ലേ കളറൊന്നും ഉണ്ടാവില്ല. പാപ്പമാര് ദുബായിലുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര നഷ്ടമാണ്. എന്തെങ്കിലും ഉണ്ടായിരുന്നു പണ്ട് മുല്ലക്ക ചെറുമ്പനൊക്കെ വാങ്ങും. ഞങ്ങൾക്ക് ഇതൊക്കെ ദുബായിന്ന് കിട്ടാറുണ്ട്. ഞങ്ങളുടെ മുല്ലക്കയില് ഉണ്ട്. പിന്നെതാ ഒരു ബോക്സ് ബാഗ് ആട്ടാ. ഇതിപ്പം നാട്ടിലൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സാധനം. ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴുണ്ടായിരുന്നു ഈ സാധനം. ചോദിച്ചടച്ചുണ്ടായിരുന്നു ഈ സാധനം. കൊള്ളാത് കാണാൻ നല്ല രസമുണ്ട്. ക്വാളിറ്റി ഉണ്ട് കാണാൻ. ഇത് ക്വാളിറ്റി ഉണ്ട് നല്ല. ഇതിങ്ങനെ അത്യാവശ്യം എന്താണ് എന്തെങ്കിലുമൊക്കെ വെക്കാം. മൊബൈല് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ട് നടക്കാം. അടുത്തത് ഇതാ ഒരു ബേബി ആട്ടെ. ഇവാട് ബേബി. അയ്യോ ഇതിനെ കൊണ്ടുപോകുമോ? ഇത് ഇവാക്ക് കൊറേ ആയിട്ടുള്ള ബേബി ആട്ടാ. ഇതിന്റെ ഇവാക്ക് ഞാൻ പിന്നെ ഇവാക്ക് കൊറേ ആയിട്ട് ഇവ പറയുന്നുണ്ട് ഇവാക്ക് ഇങ്ങനെ റിങ് വേണം കയ്യിലിടുന്നത്. അപ്പൊ ഞാനൊരു സെറ്റ് ഓഫ് റിങ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലേ ഇവാക്ക്. ഇതിൽ കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടാ. നോക്കിയേ നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ റിങ്സ് ആട്ടെ. എല്ലാം ഇവാടെ കൈയുടെ അളവിനുള്ളതാണ്. ഇതിനും 3 dirhams എങ്ങാണ്ടൊക്കെ ഉള്ള കേട്ടോ പ്രൈസ്. ഇത് ഒരു കുഞ്ഞു റിങ് ആണ്. ഇതാകെ 1 dirhams എങ്ങാണ്ട് അത്രയുള്ള കേട്ടാ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങി. എല്ലാം ഭയങ്കര അഫോർഡബിൾ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ എത്ര വേണേലും വാങ്ങാട്ടാ. അപ്പൊ എന്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എന്റെ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 3.90 കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചില്ല, നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് വാങ്ങാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഒരു 500 കൂപ്പൺ ബണ്ടിലും കിട്ടും. നിങ്ങൾക്ക് അതിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഭയങ്കര ഓഫർ ആട്ടോ ടീമുവിൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഒരുപാട് ഓഫേഴ്സും ഒരുപാട് ഭയങ്കര നമ്മളിങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ അത്രത്തോളം ഓഫേഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ സെർച്ച് ചെയ്ത് കിട്ടാത്ത സാധനങ്ങളില്ലേ മെയിൻ ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞ, ഞാൻ ആ ഒരു ഫ്രെയിം വാങ്ങുന്ന സമയത്ത് ബോക്സ് ഫ്രെയിം വേറെ എവിടെയും കിട്ടിയിരുന്നില്ലെങ്കിൽ ബോക്സ് ടൈപ്പ് ഓഫ് ഫ്രെയിം ഇല്ല, അത് എനിക്ക് ടിമൂല് മാത്രം കിട്ടിയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ടിമൂന്ന് പർച്ചേസ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ പർച്ചേസ് ആയിരുന്നുണ്ട് അത് ടിമൂന്ന്. അങ്ങനെ നമുക്ക് കിട്ടാത്ത കുറെ സാധനങ്ങൾ ഇപ്പോഴത്തൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അത് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം കുറെ ചൈനീസ് ആപ്പ് ആയത് കാരണം ഒരുപാട് സാധനങ്ങൾ അവരെടുത്തുണ്ട്. അത് മാത്രല്ല ഇതിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് മിസ്സായി പോയി അല്ലേ? അപ്പൊ അത്രയല്ല, നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അപ്പൊ ശരി കേട്ടാ, അടുത്ത വീഡിയോയിൽ നിങ്ങൾ നോക്കണം. ഒരു മിനിറ്റ്, ഇൻസ്റ്റഗ്രാമിലൊന്ന് നോക്കണം. എന്തിനാണ്? ഇവാടെ ഡാൻസിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവാടെ ഇൻസ്റ്റഗ്രാമിൽ. എന്താ ഇൻസ്റ്റഗ്രാമിന്റെ പേര്? ഇവാസെറ മെഹഫിൽ തന്നെ ആട്ടാ അത് തോന്നുന്നു. അപ്പൊ ഞാൻ അതിന്റെ ലിങ്കും കൊടുത്തേക്കാം അല്ലേ ഇവ? എല്ലാരും ഇവാനെ ഒന്ന് ഫോളോ ചെയ്തേക്കും. അത് മാത്രമല്ല എന്റെ ബേബീസിലുണ്ട്, കുറച്ച് വലുതായതുണ്ട്. അത് തന്നെ. ഇവാക്ക് ആകെ 50 ഫോളോവേഴ്സ് ഉള്ളൂട്ടാ. ഒന്ന് ഇവാനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കും. അപ്പൊ അത്രയുള്ള, നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യോ? അയ്യോ ഇങ്ങനെ ഒന്നും പറയല്ലേ.